വംശീയ കലാപത്തിലെരിഞ്ഞ മണിപ്പൂരിൽ 2 വർഷത്തിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം. മണിപ്പൂരിന്റെ വികസനത്തിന് പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി. വൈകിയുള്ള സന്ദർശനത്തെ പ്രിയങ്ക ഗാന്ധിയും CPI നേതാവ് ആനി രാജയും രൂക്ഷമായി വിമർശിച്ചു. കലാപം ആരംഭിച്ച് 2 വർഷത്തിനു ശേഷമാണ് പ്രധാനമന്ത്രിയുടെ മണിപ്പൂർ സന്ദർശനം. ചുരാചന്ദ്പൂരിൽ 7300 കോടിയുടെ പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. മണിപ്പൂരിന്റെ വികസനത്തിന് പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. നേരത്തെ സന്ദർശിക്കേണ്ടതായിരുന്നുവെന്ന് പ്രിയങ്ക ഗാന്ധി. ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ രീതിയല്ലെന്നും വിമർശനം. Worth him visiting, he should have visited much long before, and it's very unfortunate that he has allowed what is happening there to happen for so long, and so many people to get killed and so many people to go through so much strife before he has decided to visit. That's not been the tradition of prime ministers in India. സന്ദർശനം വൈകിയതിന്റെ കാരണം പ്രധാനമന്ത്രി ജനങ്ങളോട് പറയണമെന്ന് CPI നേതാവ് ആനി രാജ. 2 വർഷവും 3 മാസവും ആകുമ്പോൾ ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് വിസിറ്റ് ചെയ്യുന്നു എന്നുള്ളത് നല്ല കാര്യം. പക്ഷേ എന്തേ ഇത്ര വൈകി എന്നുള്ള ഒരു ചോദ്യമുണ്ട്. മണിപ്പൂരും ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭാഗമല്ലേ? രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വംശീയ കലാപങ്ങളിൽ ഒന്നായിരുന്നു മണിപ്പൂരിൽ അരങ്ങേറിയത്. 2024 നവംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം കലാപത്തിൽ 258 പേർ കൊല്ലപ്പെട്ടു. കുക്കി മെയ്തൈ വിഭാഗങ്ങൾക്ക് സ്വാധീനമുള്ള ചുരാചന്ദ്പൂരിലും ഇംഫാലിലുമാണ് പ്രധാനമന്ത്രിയുടെ പരിപാടികൾ. ഉച്ചയ്ക്ക് 2:30 ഇംഫാലിലെ പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. 1200 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. ചുരാചന്ദ്പൂരിൽ നിന്ന് ക്യാമറാമാൻ ജോഗേഷ് സിംഗിനൊപ്പം വിനീത VG 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.